ഇനി നമുക്ക് വെറും 10,000-ഓളം രൂപ കൊണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദര രാജ്യങ്ങളിലൊന്നായ ഇറ്റലിയിൽ പോയിട്ട് ജോലി ചെയ്യാനും അവിടെ താമസിക്കാനും ഒക്കെ പറ്റും. അതും വളരെ കുറഞ്ഞൊരു വിസ കോസ്റ്റാണ് ഇത് എന്നൊക്കെ പറയണത്. അതുപോലെ തന്നെ നമുക്കൊരു ജോബ് ഓഫറോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇങ്ങനെ പോകാനായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും വേണ്ട. IELTS, TOEFL, OET, PT ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണ്ട. അതുപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയണം എന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഒപ്പം കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു വിസയിൽ പോണ ആളുകൾക്ക് 2 വർഷം അവിടെ താമസിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. നമുക്കറിയാം ഇറ്റലി എന്ന് പറയുന്നത് ഒരു ഷെങ്കൻ രാജ്യമാണ് എന്നുള്ളത്. സോ ഈ ഒരു വിസയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 27 ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇറ്റലീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ കൾച്ചറിൻ്റെ കാര്യത്തിലും ഫിലിം, ഫാഷൻ, അതുപോലെ തന്നെ ഇറ്റാലിയനത്തെ കുസീൻസ് ഇതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. സോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഏതാണ് വിസ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഈ ഒരു വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. കൂടുതൽ ആളുകളും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു ഇറ്റലി എന്ന് പറയുന്നത്. ഒരുപാട് ഇന്ത്യൻസും അതുപോലെ തന്നെ ഒരുപാട് മലയാളീസും ഇപ്പോൾ ഇറ്റലിയിൽ താമസിക്കുന്നുണ്ട്. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തിന് അവകാശപ്പെടുന്നതിലധികം ചരിത്ര പൈതൃകവും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയും ഈ ഒരു രാജ്യത്തിനുണ്ട്. റോമാണ് ഈ ഒരു ഇറ്റലീൻ്റെ ഒരു തലസ്ഥാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇറ്റാലിയനാണ് ഈ ഒരു ഇറ്റലിയിലത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. എന്നാലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് ആളുകളും ഇറ്റലിയിലുണ്ട്. അതുപോലെ തന്നെ ഇറ്റലിയിലത്തെ കറൻസി ആയിട്ട് വരുന്നത് യൂറോ ആണ്. അതുപോലെ തന്നെ ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, സ്ലൊവേനിയ, പിന്നെ 2 എൻക്ലേവ്സ് ആയിട്ടുള്ള വത്തിക്കാൻ സിറ്റി, അതുപോലെ തന്നെ സാൻ മറീനോ, ഇതൊക്കെ ആയിട്ടാണ് ഈ ഒരു ഇറ്റലി ബോർഡർ ഷെയർ ചെയ്യുന്നത്. സോ എന്തായാലും ഇറ്റലിക്ക് ഒരു ജോബിനായിട്ട് പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, എന്തായാലും നമുക്കിനി ഈ ഒരു വിസേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഓക്കെ, ഇനി എന്തായാലും ഇതിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. ഈ ഒരു വിസയ്ക്ക് നോൺ യൂറോപ്യൻ രാജ്യത്തെ ആളുകൾക്കാണ് കേട്ടോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്കൊക്കെ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യം വരിക നോക്കി നോക്കാം. വാലിഡ് പാസ്പോർട്ട്, ഒരു പാസ്പോർട്ട് വാലിഡ് ആയിട്ടൊരു പാസ്പോർട്ട് വേണം. പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ഫ്രീലാൻസ് കോൺട്രാക്ട്സ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഇൻകം മീറ്റിംഗ് ദ മിനിമം 3 ഷോൾഡർ വേണ്ടി വരും, ഞാൻ പറഞ്ഞുതരാം. പിന്നെ പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അത് നമ്മളവിടെ എത്രത്തോളം താമസിക്കുന്നുണ്ടോ അതുവരെ വാലിഡ് ആയിരിക്കണം എന്നും ഇവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ഇൻ ഇറ്റലി, ഇറ്റലിയിൽ നമ്മൾ എവിടെയാണോ താമസിക്കണേ അതിൻ്റെ ഒരു പ്രൂഫ് വേണ്ടി വരും. ഇപ്പോൾ ഹോട്ടൽ ബുക്കിങ്സ് അല്ലെങ്കിൽ റെൻ്റൽ അഗ്രിമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ മതി. പിന്നെ പറയുന്നത് ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ്, അതായത് നമുക്കൊരു PCC ഒക്കെ വേണ്ടി വരും കേട്ടോ. നമ്മളുടെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡോ ഒന്നും ഇല്ലയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വേണമെന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണ്ടി വരും. പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് വിസ ആപ്ലിക്കേഷൻ ഫീസ് വേണ്ടി വരും. ഇതൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വിസ കോസ്റ്റ് നോക്കി നോക്കാം. 116 യൂറോ ആണ് കേട്ടോ ഇതിൻ്റെ വിസ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,442 രൂപയോളം വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു വിസ കോസ്റ്റിലൊക്കെ അവിടെയൊക്കെ ഒരു ജോലിക്ക് എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇറ്റലിക്കൊക്കെ ഒരു എംബസി വഴിയൊക്കെ പോകാനൊക്കെ ആയിട്ട് ഏകദേശം 10 ലക്ഷത്തിൻ്റെ മേലെ ചിലവ് വരുന്നുണ്ട്. സോ അത് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസയ്ക്കൊക്കെ അവിടെ എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു വിസ ഏതാണെന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ പേര് പറയുന്നത് ഇറ്റലി ഡിജിറ്റൽ നോമഡ് വിസ ഇൻ 2024 എന്നുള്ളതാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ് കേട്ടോ ഈ ഒരു വിസ ഇറ്റാലിയൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ദിസ് വിസ അലൗസ് ആൾ ദ റിമോട്ട് വർക്കേഴ്സ് ആൻഡ് ഫ്രീലാൻസേഴ്സ് ഹു ആർ ഫ്രീ ടു വർക്ക് ഫ്രം എനിവെയർ ഇൻഡിപെൻഡൻ്റ്ലി ടു ലിവ് ആൻഡ് വർക്ക് ഇൻ ഇറ്റലി ലീഗലി. ഓക്കെ, റിമോട്ട് വർക്കേഴ്സ് പിന്നെ ഫ്രീലാൻസേഴ്സിനൊക്കെയാണ് ഈ ഒരു വിസ യൂസ്ഫുൾ ആവുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീലാൻസിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഡിസൈനിങ്ങും അങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫ്രീലാൻസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിമോട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സ് ഇവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ എല്ലാ മേഖലയിലും ഈ ഒരു ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
സോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു ജോബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ലാഗ് അടിപ്പിക്കുന്നില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഓക്കെ, ഇനി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം ഈ ഒരു ഇറ്റലി ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ. ഓക്കെ, ഓൺലി നോൺ യൂറോപ്യൻ കൺട്രീസിനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് സ്കിൽഡ് പ്രൊഫഷണൽസ് വിത്ത് എയ്ത്, അതായത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് വിത്ത് എ കമ്പനി ഔട്ട്സൈഡ് ഇറ്റലി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി റിമോട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് കാണിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഫ്രീലാൻസ് കോൺട്രാക്ട്സ് വിത്ത് ക്ലയൻറ്റ്സ് ഔട്ട്സൈഡ് ഇറ്റലി അതൊക്കെ വേണ്ടി വരും. പിന്നെ പ്രൂഫ് ഓഫ് ഫ്രീലാൻസേഴ്സ്, റിമോട്ട് വർക്കേഴ്സ് ഇതൊക്കെ വേണം. പിന്നെ പ്രൂഫ് ഓഫ് വർക്കിംഗ് റിമോട്ട്ലി ഫോർ അറ്റ്ലീസ്റ്റ് 6 months ബിഫോർ അപ്ലൈയിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇറ്റലിയിലത്തെ ഇത് അപ്ലൈ ചെയ്യണ മുമ്പ് ഒരു 6 മാസത്തോളം നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഒരു ജോലി ചെയ്യണ ഒരാളായിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് മിനിമം ഇൻകം റിക്വയർമെൻറ്റ്സ് ഒരു 2700 യൂറോ മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു ജോബും നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. സോ ഓൾറെഡി നമുക്ക് ഈ ഒരു ജോബ് വേണം. അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും ഇതിൻ്റെ പ്രൂഫായിട്ട്. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ഇത്രത്തോളം യൂറോ കിട്ടുന്ന ഒരു ജോബും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്, നമ്മളങ്ങനെ ഈ ഒരു ഡിജിറ്റൽ നോമഡ് വിസയിൽ ഇറ്റലിക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് യു ക്യാൻ എക്സ്പ്ലോർ അതർ യൂറോപ്യൻ കൺട്രീസ് ഓൺ യുവർ വിസ വിത്ത് ദ പോസിബിലിറ്റി ഓഫ് റിന്യൂവിങ് ഇറ്റ് ഫോർ അനദർ ഇയർ. സോ നമ്മൾ ഈ ഒരു ഇറ്റാലിയൻ ഡിജിറ്റൽ നോമഡ് വിസയിൽ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചില യൂറോപ്യൻ കൺട്രീസിലേക്കും നമുക്ക് ഈ ഒരു വിസ കണ്ട് നമുക്ക് പോകാൻ പറ്റുന്നവർ പറയുന്നുണ്ട്. ഈ ഒരു ഇറ്റലി എന്ന് പറയുന്നത് ഒരു ഷെങ്കൻ രാജ്യമാണെന്ന് നമുക്കറിയാം. സോ ബാക്കിയുള്ള 27 ഷെങ്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വേറൊരു അനദർ വിസയോ ഒന്നുമില്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1 year ആണ് ഈ ഒരു വിസേൻ്റെ വാലിഡിറ്റി കിട്ടുക. അതിനുശേഷം നമുക്ക് 1 വർഷം കൂടി അഡീഷണൽ ആയിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്കിത് പറ്റും. സോ ഈ ഒരു റിക്വയർമെൻറ്റ്സിനെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബസി വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ വിസ ആപ്ലിക്കേഷൻ ഫോമും പിന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സും ഇതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു 5 സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എംബസിയിൽ, അതായത് നമ്മുടെ രാജ്യത്തൊക്കെ ഇറ്റലിയുടെ എംബസികൾ ഉണ്ടാവും. ഒരു വിസയ്ക്കായിട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒരു മീറ്റിംഗ് അതായത് ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഷെഡ്യൂൾ ആൻ പേഴ്സൺ അപ്പോയിൻമെൻറ്റ് ആൻഡ് സബ്മിറ്റ് ദ ഫോളോവിങ്. അതിനുശേഷം മൂന്നാമത്തെ കാര്യം പറയുന്നത് കംപ്ലീറ്റ് ദ വിസ ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു വിസ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 5ാമത്തെ കാര്യം പറയുന്നത് പേ ദ വിസ ആപ്ലിക്കേഷൻ ഫീ. ആ ഒരു വിസ ആപ്ലിക്കേഷൻ ഫീ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10,000 സംതിങ് രൂപ. അത് നമ്മൾ പേ ചെയ്യണം. പിന്നെ 5ാമത്തേത് പറയുന്നത് വെയിറ്റ് ഫോർ ദ ഡിസിഷൻ. ഇതിൻ്റെ ഡിസിഷൻസ് സാധാരണ ഒരു 3 മാസമാണ് ടേക്ക് ചെയ്യാമെന്ന് ഇവർ പറയുന്നുണ്ട്. ആ ഒരു 3 മാസത്തോളം ഇതിൻ്റെ റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു വിസയ്ക്ക് അർഹനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിസ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഇവർ പറയുന്നുണ്ട് റിജക്റ്റ് ആയാലും നമുക്ക് ഈ ഒരു വിസയ്ക്ക് വേണ്ടി വീണ്ടും ട്രൈ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ഇത് അപ്രൂവൽ ആയ ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിസ നമുക്ക് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. യു വിൽ റിസീവ് എ വിസ ദാറ്റ് അലോസ് യു ടു എൻ്റർ ഇറ്റലി. വിത്ത് ദിസ് വിസ യു ക്യാൻ നൗ ട്രാവൽ. ഈ ഒരു വിസ കിട്ടിയ ശേഷം പിന്നെ നമുക്ക് ഇറ്റലിക്ക് പോകാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നുണ്ട് കളക്ട് റെസിഡൻസ് പെർമിറ്റ് വിത്തിൻ 8 days ഓഫ് അറൈവൽ. അവിടെ എത്തിയിട്ട് ഒരു 8 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു റെസിഡൻസ് പെർമിറ്റിൻ്റെ പേര് വരുന്നത് പെർമിറ്റോ ഡി സൊജിർണോ, ഇതാണ് പേര് വരുന്നത്. ഇത് ഇറ്റാലിയിലുള്ള പേരാണ്, അതായത് റെസിഡൻസ് പെർമിറ്റ് അതിൻ്റെ ഇറ്റാലിയൻ നെയിമാണ്. സോറി, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ റോങ് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും അത് ഇറ്റലിയിലത്തെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. വിത്തിൻ 8 days കേട്ടോ, 8 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളിത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 year ആണ് ഇത് ഇഷ്യൂ ചെയ്ത് തരിക. നമുക്ക് എന്തായാലും ഇത് 1 വർഷം കൂടി അതിനുശേഷം റിന്യൂ ചെയ്യാനും പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു വിസയുടെ ഡീറ്റെയിൽസ് വരുന്നത്, അതായത് ഇറ്റലി ഡിജിറ്റൽ നോമഡ് വിസേൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇങ്ങനെ ഫ്രീലാൻസേഴ്സൊക്കെ എന്തെങ്കിലും ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. വളരെ കുറഞ്ഞൊരു വിസ കോസ്റ്റാണ് ഇതിന് വരുന്നത്.
ഇറ്റലിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. അതൊരു സുവർണാവസരമാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, അതൊക്കെ എന്തായാലും ചെക്ക് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.